ഇനി കൊച്ചിയിൽ ഒരു പോലീസ് ഏമാൻ സ്വന്തം സഹപ്രവർത്തകർ കൊടുത്ത ഒരു 8ന്റെ പണി അതിലേക്കാണ്. സ്പായിൽ പോയത് വീട്ടിൽ പറയുമെന്ന് ഭീഷണി, തട്ടിയെടുത്തത് 4 ലക്ഷം രൂപ. പോലീസായിട്ട് എന്ത് കാര്യം? ഇത്തരത്തിലുള്ള ഏമാന്മാരാണെങ്കിൽ അത് സഹപ്രവർത്തകർക്കും തലവേദനയാകും. അതിന്റെ വ്യക്തമായിട്ടുള്ള ഉദാഹരണമാണ് കൊച്ചിയിൽ സംഭവിച്ചത്. കോസ്റ്റൽ സ്റ്റേഷനിലെ ഒരു CPO ആണ് ഈ ഹതഭാഗ്യൻ. അയാൾ ഒരു സ്പായിൽ പോയി, അത് സത്യമാണ്. ആ സ്പായിൽ പോയി അയാൾ ബ്ലാക്ക് മെയിലിങ്ങിന് ഇരയായി വലിയ തോതിൽ പണം നഷ്ടമാകുന്ന സാഹചര്യം നേരിട്ടു. സ്പായിലെ മസാജൊക്കെ കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു ഈ CPO. അപ്പോൾ ആ സ്പായിലെ ആ മസാജിങ് സെന്ററിലെ സ്ത്രീ ഫോൺ ചെയ്യുകയാണ്, തന്റെ താലിമാല നഷ്ടപ്പെട്ടുവെന്ന്. ആദ്യം കൈമലർത്തി ഈ CPO. ഒരു തരത്തിലും അദ്ദേഹത്തിന് കാര്യം മനസ്സിലായില്ല, എന്താണ് നടന്നതെന്ന്. ഈ സ്പായ് ഉള്ളത് പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. പിന്നാലെയാണ് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള വിളിയെത്തുന്നത്. ഒരു പരാതി ലഭിച്ചിട്ടുണ്ട്. പാലാരിവട്ടത്ത് പ്രവർത്തിക്കുന്ന സ്പായിൽ നിന്ന് ഒരു സ്ത്രീയിൽ നിന്ന് മാല നഷ്ടമായി, അത് മോഷണം പോയതാണ് എന്നുള്ളത്. ആകെ തരിച്ചുപോയി ഈ CPO. അദ്ദേഹം സ്പായിൽ പോയി എന്നുള്ളത് ശരി തന്നെ, പക്ഷേ അവിടെ ആ മാലയെക്കുറിച്ച് ഇയാൾക്ക് ഒന്നും അറിയില്ലായിരുന്നു. തക്കം പാർത്തിരുന്ന ഒരു കഴുകനെ പോലെ പറന്നു വന്ന് വീഴുകയായിരുന്നു ആ SI. പേര് KK ബിജു. പാലാരിവട്ടം സ്റ്റേഷനിലെ SI ആണ്. കേസ് സെറ്റിലാക്കാനുള്ള ഇടനിലക്കാരന്റെ റോൾ ഏറ്റെടുക്കുകയായിരുന്നു ബിജു അവിടെ. ബിജു പറഞ്ഞു, ഇത് വീട്ടിലറിഞ്ഞാൽ ആകെ കുഴപ്പമാകും. സ്പായിൽ പോയെന്നൊക്കെ അറിഞ്ഞാൽ എന്താണ് വിചാരിക്കുക എന്നറിയാമല്ലോ. പിന്നീട് ഭീഷണിയുടെ സ്വരമായി സ്പായിൽ പോയ കാര്യം ഭാര്യയെ അറിയിക്കുമെന്നായി SI KK ബിജു. പാവം CPO. 4 ലക്ഷം രൂപയാണ് SIക്ക് KK ബിജുവിന് ഇയാൾ കൈമാറിയത്. കബളിപ്പിക്കപ്പെട്ടു എന്നൊരു സംശയം തോന്നുകയാണ് ഈ CPOയ്ക്ക്. ഇതോടെ ഈ CPOയിലെ പോലീസുകാരൻ ഉണർന്നു. അയാൾ അന്വേഷിച്ചു ഈ SIയെ പറ്റി കൂടുതലായി. അപ്പോഴാണ് വ്യക്തമായത്, ഇതിൽ കൂടുതലുള്ള പെർഫോമൻസ് ആയിരുന്നു പലയിടങ്ങളിലും ഈ SI നടത്തിയിട്ടുള്ളത് എന്ന്. ഇത്രയും കിടിലനായിട്ടുള്ള പെർഫോമൻസ് നടത്തുന്ന SI ഒരുപാട് ഇടങ്ങളിൽ ഇത്തരം ഇടനിലക്കാരനെ പ്രവർത്തിച്ചിട്ടുണ്ടെന്നും ഈ CPOയ്ക്ക് ബോധ്യമാവുന്നു. അങ്ങനെ CPO പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ തന്നെ പരാതി നൽകി. പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഈ പരാതിയുമായി ഒരു CPO എത്തുമ്പോൾ അത് ഗൗരവമായി പരിഗണിക്കുമല്ലോ. അന്വേഷിച്ചു. അപ്പോൾ മനസ്സിലായി ഇതിൽ ചില വസ്തുതകളുണ്ടെന്ന്. അങ്ങനെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ആർക്കെതിരെ? അതേ സ്റ്റേഷനിലെ SI ആയിട്ടുള്ള KK ബിജുവിനെതിരെ. KK ബിജു മാത്രമല്ല, ആ സ്പായിലെ യുവതിയടക്കം 3 പേർ പ്രതികളാണ്. വകുപ്പ് തല നടപടി ഉറപ്പായും ഉണ്ടാകും KK ബിജുവിനെതിരെ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഇതിലേറ്റവും സംശയകരം, പാലാരിവട്ടത്തെ ആ സ്പായിലെ ആ സ്ത്രീകളുമായി ചേർന്നുള്ള ഒരു ഹണി ട്രാപ്പാണോ ഈ SI ഈ ഏമാൻ നടത്തിയത് എന്നാണ് സംശയിക്കേണ്ടത്.